ഹലോ നമസ്കാരം, എൻ്റെ പേര് മിഥുൻനാഥ്. മല്ലു ഡെവലപ്പറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്ലട്ടർ ബിഗിനർ സീരീസിൻ്റെ എക്സസൈസ് വീഡിയോസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഒരു കൺസെപ്റ്റ് മിസ്സായ കാര്യം ആലോചിച്ചത്. അപ്പോൾ അതൊന്ന് കവർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അത് വേറൊന്നുമല്ല, വിഡ്ജറ്റുകളെ എങ്ങനെ റീഫാക്ടർ ചെയ്യാം എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എക്സസൈസിൻ്റെ ഭാഗമായിട്ട് കോഡ് ചെയ്ത സമയത്ത് ഒരുപാട് വിഡ്ജറ്റിൻ്റെ റീഫാക്ടറിങ് ആവശ്യമായിട്ട് വന്നു. അപ്പോൾ അതെന്താണെന്ന്, ആ റീഫാക്ടറിങ് എന്താണെന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തന്നിട്ട് എക്സസൈസ് വീഡിയോസിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു എളുപ്പം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ആദ്യം ഇറക്കുന്നത്. അപ്പോൾ എക്സസൈസ് വീഡിയോസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, നമ്മൾ ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആപ്പിൻ്റെ UI എടുത്തിട്ട് ആ UI ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നല്ലേ. അപ്പോൾ അത് ഏതാണ് നമ്മൾ പിക്ക് ചെയ്തത്, എന്താണ് നമ്മൾ ചെയ്തതെന്നൊക്കെ ഒരു ബ്രീഫായിട്ടൊരു ഇൻട്രൊഡക്ഷനായിട്ട് ഇതൊന്ന് കണ്ടു നോക്കുക. കണ്ടില്ലേ, ഇതാണ് നമ്മൾ എക്സസൈസ് ആയിട്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഫേമസ് ആയിട്ടുള്ളൊരു ആപ്പിൻ്റെ UI എന്നല്ലേ. അപ്പോൾ നമ്മളിവിടെ എക്സസൈസിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഫേസ്ബുക്ക് ആപ്പിൻ്റെ UI ആണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ടൈപ്പിലുള്ള വിഡ്ജറ്റുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഒരുപാട് എന്താ പറയുക, അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ആപ്പാകുമ്പോൾ അവർ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് ചെയ്ത് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കാര്യം, ഇവിടെ സിനിമാ താരം ദുൽഖർ സൽമാൻ്റെ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ പുള്ളി കാണുന്ന ഒരു വ്യൂ നമ്മൾ അങ്ങ് അസ്യൂം ചെയ്താണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറിയൊരു ഫണ്ണിന് വേണ്ടിയിട്ട്. നമ്മൾ എപ്പോഴും എന്തെങ്കിലും പഠിക്കുമ്പോൾ അതിൽ കുറച്ച് ഫണ്ണ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുന്ന കാര്യം കുറച്ചുകൂടി രസമായിട്ട് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപ്രോച്ച് നോക്കിയത്. അപ്പോൾ ഈ വീഡിയോസ് ഒരെണ്ണം തന്നെ വരുന്നതായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇതിൽ. പല പുതിയ വിഡ്ജറ്റുകൾ 1-2 ഇതിൽ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അതൊക്കെ വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളായിട്ട് തന്നെ അതിൽ പറഞ്ഞു തരാനും ശ്രമിക്കുന്നുണ്ട്. ആപ്പിൻ്റെ യൂസർ ഇൻ്റർഫേസ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ നിങ്ങൾ പഠിക്കും. അടുത്ത ലെവലിൽ പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു എന്താ പറയുക, ഒരു ഫ്ലട്ടർ യൂസർ ഇൻ്റർഫേസ് എക്സ്പേർട്ടായി മാറുന്ന രീതിയിൽ കാര്യങ്ങൾ മാറും. കണ്ടില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മൾ എക്സസൈസായിട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ വീഡിയോസ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഞാൻ ആ വീഡിയോസ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റീഫാക്ടറിങ് എന്താണെന്നൊന്ന് പെട്ടെന്നൊന്ന് നോക്കാം. തുടങ്ങുന്നതിന് മുമ്പ് റീഫാക്ടറിങ് എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞുതരാം. റീഫാക്ടറിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ കോഡ്, നമ്മളുടെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നമ്മളുടെ ആപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന കോഡുകൾ, നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്ന കോഡുകളെ ഒന്ന് സ്ട്രക്ചർ ചെയ്യുന്നതിനെയാണ് റീഫാക്ടറിങ് എന്ന് പറയുന്നത്. അതായത് വീണ്ടും ഒരുപാട് തവണ റീറൈറ്റ് ചെയ്യേണ്ടി വരുന്ന, വീണ്ടും എഴുതി കൊടുക്കേണ്ടതായിട്ട് വരുന്ന കോഡുകളെല്ലാം ഓരോ ഗ്രൂപ്പാക്കി മാറ്റുക, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ഒരു കോമ്പണൻ്റ് ആക്കി മാറ്റി അതിനെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് മാറ്റുന്നതിനെയാണ് റീഫാക്ടറിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ ചെറിയ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ റീഫാക്ടറിങ് എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു തുണി തയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷർട്ട് തയ്ക്കുമ്പോൾ അതിനെ വൃത്തിയുള്ളതായിട്ട് തയ്ക്കാം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇടാവുന്ന രീതിയിൽ തയ്ക്കാം അല്ലേ. സോഫ്റ്റ്വെയർ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം വരുന്ന രീതിയിൽ ഒരു സോഫ്റ്റ്വെയർ വേണമെങ്കിൽ ചുമ്മാ ഉണ്ടാക്കാം. എന്നാൽ കാണാനും മെനയുള്ള കോഡുകൾ നോക്കിയാൽ മനസ്സിലാവുന്ന തരത്തിൽ കുറച്ച് വൃത്തിയുള്ളൊരു ഡിസൈൻ, അതായത് ഡിസൈൻ എന്ന് പറഞ്ഞാൽ യൂസർ ഇൻ്റർഫേസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കോഡിൽ നോക്കിയാൽ ഒന്ന് വൃത്തിയായിട്ട് ഒന്ന് സ്ട്രക്ചർ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ചെയ്യുന്ന ഒരു രീതിയാണ് റീഫാക്ടറിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ ട്രിക്കുകളൊക്കെ ഉണ്ട്, കുറേ ടെക്നിക്കുകളൊക്കെ ഉണ്ട്. ഇന്ന് നമ്മൾ മെയിനായിട്ടും വിഡ്ജറ്റിൻ്റെ റീഫാക്ടറിങ് ആണ് പഠിക്കുന്നത്. അപ്പോൾ റീഫാക്ടറിങ് ഇത്രയേ ഉള്ളൂ, നമ്മളുടെ കോഡുകളെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ബ്ലോക്കുകളായിട്ട് സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം, നമുക്ക് എപ്പോഴൊക്കെ അതിനെ ആവശ്യം വരുന്നോ അപ്പോഴൊക്കെ ഒരു ചെറിയൊരു ഫംഗ്ഷനെ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിനെ അല്ലെങ്കിൽ ഒരു വേരിയബിളിനെ വിളിക്കുന്നതിലൂടെ ഒരുപാട് കോഡുകൾ നമുക്കവിടെ ആക്സസ് ചെയ്യാൻ പറ്റുകയാണ്. നമ്മളിവിടെ വിഡ്ജറ്റിൻ്റെ റീഫാക്ടറിങ് ആണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വിഡ്ജറ്റുകളെ റീഫാക്ടർ ചെയ്യുമ്പോൾ ഒരിക്കലും ആ വിഡ്ജറ്റിൻ്റെ ആ ഒരു പർപ്പസ് മാറുന്നില്ല. ഓക്കെ, വിഡ്ജറ്റ് എന്തിനു വേണ്ടിയിട്ടായിരുന്നോ ആ ഒരു പർപ്പസ് മാറുന്നില്ല. പക്ഷേ ആകെ മാറുന്നത് അതെങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമാണ് മാറുന്നത്. ഓക്കെ, അതിൻ്റെയൊക്കെ കുറേ മെത്തേഡുകൾ നിങ്ങളിതിൽ പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ഓൾറെഡി factory.data എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വേറൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമ്മുടെ main.data മെറ്റീരിയൽ ആപ്പ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹോമായിട്ട് ഫാക്ടറി എന്ന് പറയുന്ന ഒരു വിഡ്ജറ്റിനെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊരു സ്കാഫോൾഡും നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് റീഫാക്ടറിങ് എത്ര തരത്തിലുണ്ട്, ഏതൊക്കെയാണെന്നാണ് നമ്മളിപ്പം
നോക്കാൻ പോകുന്നത്. റീഫാക്ടറിംഗ് എന്ന് പറഞ്ഞതുള്ളൂ. ഞാൻ നേരത്തെ മുതൽ പറയാമായിരുന്നു നിങ്ങളൊരു വിഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ പുതിയ ഫയലുകളിൽ ഉണ്ടാക്കണം, പുതിയ കസ്റ്റം വിഡ്ജറ്റുകളായിട്ട് ഉണ്ടാക്കണം. എന്തിനാണ് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്? റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? വിഡ്ജറ്റുകളെ വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് റീഫാക്ടറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ റീയൂസബിളായിട്ട് വിഡ്ജറ്റുകളെ ഓരോരോ ഫയലുകളിലേക്ക് മാറ്റുമ്പോൾ എന്താ അവിടെ ഒരു എളുപ്പം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കസ്റ്റം വിഡ്ജറ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഓരോ തവണയും ഒരു വലിയ ഫങ്ഷനാലിറ്റി അല്ലെങ്കിൽ ഒരു വലിയൊരു വിഡ്ജറ്റിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ അത്രയും ഒരു 100 ലൈൻ കോഡ് എഴുതി കൊടുക്കാതെ ഒരു വിഡ്ജറ്റിൻ്റെ പേര് വിളിച്ചു കഴിഞ്ഞാൽ അത്രയും കോഡുകൾ നമുക്ക് അവിടെ ആക്സസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതിലൂടെ ഇമ്പ്രൂവ് ചെയ്യപ്പെടുന്നത് കോഡിൻ്റെ എക്സിക്യൂഷൻ കുറച്ചുകൂടി ഫാസ്റ്റ് ആകുന്നു. അതുപോലെ തന്നെ നമുക്ക് പുതുതായിട്ട് ഇപ്പം ഞാനിപ്പോൾ ഒരു പ്രോജക്റ്റ് ഒരു വലിയൊരു ആപ്പ് ചെയ്തു, അതിലേക്ക് പുതിയൊരു ഡെവലപ്പർ വരുവാണ്. അപ്പോൾ ഇങ്ങനെ വാരി വലിച്ച് ചവറ് പോലെ എഴുതി കഴിഞ്ഞാൽ ആർക്കും പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവാൻ പോകുന്നില്ല. റീഡബിലിറ്റി ഒരു വലിയ ഇഷ്യൂ ആണ് അല്ലേ? നമ്മൾ പുതുതായിട്ടൊരു ഡെവലപ്പറെ ഹയർ ചെയ്തു, വലിയ ശമ്പളമൊക്കെ കൊടുത്ത്, അപ്പോൾ അയാൾ അത് പഠിച്ചെടുക്കാൻ തന്നെ ഒരുപാട് സമയം എടുക്കുന്നുണ്ടെങ്കിൽ അത് കമ്പനിക്ക് നഷ്ടമാണ് അല്ലേ? അപ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ വിഡ്ജറ്റ് റീഫാക്ടറിങ് ഒക്കെ പോലുള്ള കാര്യങ്ങളെയൊക്കെ പൊതുവേ പറയുന്നൊരു പേരുണ്ട്, ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന് പറയും. ഓൾറെഡി നിങ്ങൾ ഡെവലപ്പറാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞൊരു ടേം നമ്മൾ ഡെവലപ്പേഴ്സിനിടയിൽ യൂസ് ചെയ്യാറുണ്ട്. അതെന്ന് പറയുന്നത് ഇങ്ങനെ വിഡ്ജറ്റ് റീഫാക്ടറിങ്ങും അതുപോലെ ഏറ്റവും കുറവ് മെമ്മറി യൂസ് ചെയ്തുള്ള കോഡിങ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതിനെയാണ് ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. അത് നമ്മൾ അതിനായിട്ടൊരു സ്പെഷ്യൽ വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം വൺ ഓഫ് ദ ബെസ്റ്റ് പ്രാക്ടീസായ വിഡ്ജറ്റ് റീഫാക്ടറിങ് എന്താണെന്ന് ഇന്ന് പഠിക്കാം. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ഞാൻ പറഞ്ഞു, റീഡബിലിറ്റി ഒരുപാട് ഇമ്പ്രൂവ് ആകുന്നു. അതുപോലെ റീയൂസബിലിറ്റി, നമുക്ക് ഒരേ വിഡ്ജറ്റ് തന്നെ പല സ്ഥലങ്ങളിൽ റീയൂസ് ചെയ്യപ്പെടും അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വിഡ്ജറ്റിൽ 100 ലൈൻ കോഡ് ഉണ്ടെങ്കിൽ അത് 10 സ്ഥലത്ത് വേണമെങ്കിൽ ആ ഒറ്റ വിഡ്ജറ്റിൻ്റെ പേര് വിളിക്കുന്നതിലൂടെ നമുക്ക് അത്രയും കോഡിനെ അവിടെ ആക്സസ് ചെയ്യപ്പെടുകയാണ് അല്ലേ? എന്താണ് ആ വിഡ്ജറ്റിൻ്റെ പേര് വിളിക്കുമ്പോൾ സംഭവിക്കുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് സ്കാഫോൾഡ് എന്ന് പറയുന്ന ഈ ഒരു വിഡ്ജറ്റ് നോക്കുക. സ്കാഫോൾഡ് എന്ന് പറയുന്ന ഈ ഒരു വിഡ്ജറ്റിനകത്ത് ഇത്രയും കാര്യങ്ങളുണ്ടല്ലേ? ഇത് എത്ര ലൈനുണ്ട്? 2856 ലൈൻ ഉള്ള ഒരു ഫയലാണ് scaffold.dart എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മളെങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്? സ്കാഫോൾഡ് എന്ന് പറയുന്ന അതിൻ്റെ ആ ഒരു ക്ലാസിൻ്റെ കൺസ്ട്രക്റ്റിനെ അങ്ങ് വിളിക്കുക ചെയ്ത് അല്ലേ? അതായത് നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇത് ശരിക്കും ഒരു റീഫാക്ടറിങ് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സ്കാഫോൾഡ് എന്ന് പറയുന്ന ഇത്രയും ഈ 2800 ലൈനും നമുക്ക് ആവശ്യമുള്ളിടത്തെല്ലാം എഴുതി കൊടുക്കാൻ പ്രാക്ടിക്കലല്ല അല്ലേ? അത് ആപ്പിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുന്നു. അതുപോലെ നമുക്ക് ഒരു പുതിയൊരു ഡെവലപ്പർ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അത് തന്നെയല്ല റീയൂസബിലിറ്റി, നമുക്ക് സ്കാഫോൾഡ് ഒരു ആപ്പിൽ പല സ്ഥലത്ത് യൂസ് ചെയ്യേണ്ടി വരും അല്ലേ? എവിടെയൊക്കെ സ്ക്രീനുകളുണ്ട് അവിടെയൊക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെയെല്ലാം ഈ 2800 ലൈൻ കോഡ് എഴുതി കൊടുക്കാൻ പറ്റുന്ന കാര്യമില്ല. അപ്പോൾ റീയൂസബിലിറ്റിയുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ സ്കാഫോൾഡ് എന്ന് പറയുന്നത്. അത് നമ്മളുടെ കേസിൽ നമ്മൾ ചെയ്യുന്ന കേസിൽ എങ്ങനെ റീയൂസബിലിറ്റി അല്ലെങ്കിൽ കോഡ് റീഫാക്ടറിങ് എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ റീഫാക്ടറിങ് 3 തരത്തിലുണ്ട്. നമ്മൾ ഇന്ന് തൽക്കാലം വിഡ്ജറ്റുകളെ എങ്ങനെ റീഫാക്ടർ ചെയ്യുന്നു മാത്രം പഠിക്കുന്നുള്ളൂ. ഇപ്പോൾ റീഫാക്ടറിങ് എന്ന് പറയുന്നത് വിഡ്ജറ്റുകൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിഡ്ജറ്റുകൾ എങ്ങനെ റീഫാക്ടർ ചെയ്യാമെന്ന് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ അപ്രോച്ച് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ സ്കാഫോൾഡിനകത്തേക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കട്ടെ. നമുക്കൊരു ആപ്പ് ബാർ ക്രിയേറ്റ് ചെയ്യാം. ഈ ആപ്പ് ബാറിനകത്ത് ടൈറ്റിലായിട്ട് ഞാൻ തൽക്കാലം ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റിനെ പാസ് ചെയ്ത് സ്പോർട്സ് എന്ന് ടൈറ്റിൽ കൊടുക്കുകയാണ്. ഓക്കെ, വേറെ സ്റ്റൈലിംഗ് ഒന്നും കൊടുക്കുന്നില്ല. സ്റ്റൈലൊക്കെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അടുത്തത് ബോഡി. ഓക്കെ, ബോഡിയിലേക്ക് ഞാനൊരു ലിസ്റ്റ് വ്യൂ പാസ് ചെയ്യുകയാണ്. ലിസ്റ്റ് വ്യൂക്ക് ചിൽഡ്രൻ എന്ന് പറയുന്ന നെയിംഡ് പാരാമീറ്ററിനെ പാസ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിലേക്ക്. അപ്പോൾ നമ്മുടെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു പേജ് ഡിസ്പ്ലേ ചെയ്യണം അല്ലേ? ഒരു സ്ക്രീൻ ഡിസ്പ്ലേ ചെയ്യണം. എന്നിട്ട് അതിൽ പലതരം സ്പോർട്സുകളുടെ ഐക്കൺസ്, ഫ്ലട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന ഐക്കൺസ് വെച്ചിട്ട് പലതരം സ്പോർട്സുകളുടെ ഐക്കൺസിനെ ഇവിടെ പ്രിൻറ്റ് ചെയ്യുക. അതാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിളാണ്. ഓക്കെ, വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഐക്കൺ ഡിഫൈൻ ചെയ്യുകയാണ്. ആ ഐക്കണിനകത്തേക്ക് നമ്മൾ എന്ത് ഐക്കണാണ് അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്നുള്ളൊരു എന്യൂമറേറ്ററിനെ പാസ് ചെയ്ത് ഡിഫൈൻ ചെയ്യുകയാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഐക്കൺസ് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പം സ്പോർട്സ് ക്രിക്കറ്റ് നോക്കാം. ഓക്കെ, ക്രിക്കറ്റ് ഉണ്ട്. ഓക്കെ, ക്രിക്കറ്റ് എന്ന് പറയുന്ന ഐക്കണിനെ നമ്മൾ പാസ് ചെയ്തു. ഓക്കെ, അടുത്തതായിട്ട് ഐക്കണിലേക്ക് നോക്കാം. നമുക്ക് സോക്കർ ഉണ്ടോ നോക്കാം. ഓക്കെ, സോക്കറും ഉണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെ കുറച്ചധികം
സ്പോർട്സിൻ്റെ ഐക്കൺസ് നമുക്കിവിടെ കൊടുക്കാം. വേറെ ഇപ്പം ബാസ്കറ്റ് ബോൾ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ തൽക്കാലം 3 ടൈപ്പ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്, ലിസ്റ്റ് വ്യൂയിലേക്ക് നമ്മൾ ഈ ഐക്കൺ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടറിനെ അങ്ങ് വിളിച്ചു. അതിലേക്ക് എന്ത് ഐക്കൺ വേണമെന്നുള്ളത് നമ്മൾ പാസ് ചെയ്തും കൊടുത്തു. എപ്പോഴൊക്കെ നമുക്ക് ക്രിക്കറ്റിൻ്റെ ഈ ഒരു ഐക്കൺ വേണോ അപ്പോഴൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഇത്രയും സ്റ്റെപ്പുകൾ എഴുതി കൊടുക്കണം. അതായത് ഐക്കൺ എന്ന് പറയുന്ന കൺസ്ട്രക്ടർ, അതിലേക്ക് എന്ത് ഐക്കണാണെന്നുള്ളതിൻ്റെ എന്യൂമറേറ്ററും അതിൻ്റെ വാല്യൂം പാസ് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ ഇത്രയും കാര്യം ചെയ്താൽ മാത്രമേ ഒരു ഐക്കൺ അവിടെ ഡിസ്പ്ലേ ആവുന്നുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ഒരു ആപ്പിൽ ഈ ഒരു സ്ക്രീനിൽ ഒരു 10 സ്ഥലത്തായിട്ട് ഈ ഐക്കൺസ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം എന്ന് വെച്ചു. ഞാനിപ്പോൾ ഇവിടെ ലിസ്റ്റ് വ്യൂയിലേക്കൊരു റോ കൊടുക്കുകയാണ്. ഓക്കെ, റോയ്ക്ക് ചിൽഡ്രനായിട്ട് ഇപ്പം ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് വൃത്തിയാക്കാം, മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് ഒന്ന് ഫിക്സ് ചെയ്യാം. മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് എന്ത് ചെയ്യണം, ഞാനിപ്പോൾ തൽക്കാലം സ്പേസ് ഈവൻലി കൊടുക്കുകയാണ്. ഓക്കെ, എല്ലാ ഐക്കണുകളെയും ഈവനായിട്ട് ഒരുപോലെ സ്പേസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വന്നു അല്ലേ. ഐക്കൺസിനെ, അതായത് സ്പോർട്സിൻ്റെ ഐക്കൺസിനെ ഒരു തവണ നമ്മൾ പ്രിൻ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ സ്ക്രീനിൽ ഒരു തവണ കൂടി ഇതേ സംഭവം, അതായത് ഈ ഒരു റോ തന്നെ ഒരു തവണ കൂടി പ്രിൻ്റ് ചെയ്യണം എന്ന് വെച്ചോ. ഓക്കെ, ഇതൊരു എക്സാമ്പിളാണ്. ഇത് പ്രാക്ടിക്കലായിട്ട് ഒരു റിയൽ ലൈഫ് എക്സാമ്പിളുമായിട്ട് കമ്പയർ ചെയ്ത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കേസല്ല. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എവിടെയാണ് റീഫാക്ടറിങ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സ്റ്റുപ്പിഡായിട്ടുള്ള ഇത്രയും സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ച് ഇതിനെക്കുറിച്ച് കമൻറ്റ് ചോദിക്കരുത്, എന്താണ് ഇങ്ങനെ ചെയ്തതിൻ്റെ ആവശ്യം എന്താ, അങ്ങനെ ചോദിക്കരുത്. അങ്ങനെ ചോദിക്കുന്ന ഒരുപാട് കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു സെൻസിലെടുക്കുക, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഏറ്റവും സിമ്പിളായ രീതിയിൽ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു റോ ഉണ്ട്. അപ്പോൾ ഈ റോയിനെ ഒന്നുകൂടി നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഈ റോ നമുക്ക് കോപ്പി ചെയ്ത് അങ്ങ് പേസ്റ്റ് ചെയ്യുക അല്ലേ. ഇതാ ഇങ്ങനെ എത്ര തവണ വേണമെങ്കിൽ നമുക്കിതിനെ പ്രിൻ്റ് ചെയ്യാം അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എത്ര ലൈനുണ്ട്, ഇത് ഒരു 8 ലൈനുള്ള കോഡ് നമ്മൾ വീണ്ടും കോപ്പി ചെയ്ത് വീണ്ടും പേസ്റ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ ആ ഒരു ഫയലിൻ്റെ സൈസ് വർദ്ധിക്കുകയാണ് അല്ലേ. അതൊരു വലിയ മാറ്ററാണ്. ഫയൽ സൈസ് ഏറ്റവും കോഡിൻ്റെ അളവ് കുറച്ച് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് നമ്മൾ ഒരു ആപ്പ് ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ പെർഫോമൻസും അത്രയധികം എഫിഷ്യൻ്റ് ആവുന്നത്. ഓക്കെ, അതിവിടെ നഷ്ടപ്പെടുകയാണ് നമുക്ക്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഐക്കൺസിനെ എല്ലാം റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റണം അല്ലേ. നമ്മളതല്ലേ പറഞ്ഞത്, കസ്റ്റം വിഡ്ജറ്റ് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ റീയൂസ് ചെയ്യുന്ന രീതിയിലാക്കാൻ വേണ്ടി പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഒരു കസ്റ്റം വിഡ്ജറ്റ് ഒരു സ്റ്റേറ്റ്ലെസ് ക്ലാസ് ഉണ്ടാക്കി അല്ലേ. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യാൻ പറ്റുക, ഐക്കൺസ് എന്ന് പറയുന്ന ഈ ഒരു വിഡ്ജറ്റിനെ നമ്മൾ ഇവിടെ റീഫാക്ടർ ചെയ്യണം. 3 തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ഈ വിഡ്ജറ്റിനെ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാം, എന്നിട്ട് ആ വേരിയബിൾ യൂസ് ചെയ്യാം. വേരിയബിൾസ് എന്താണെന്ന് ഞാൻ ഓൾറെഡി ഡാർട്ടിൻ്റെ ബേസിക്സ് പഠിച്ചതാണ്. ഇൻറ്റിജർ, സ്ട്രിങ് അങ്ങനെയുള്ള വേരിയബിൾസ് അല്ലേ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വിഡ്ജറ്റ് ടൈപ്പിലുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് ആ വേരിയബിളിലേക്ക് ഈ ഐക്കൺസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി അതല്ല എങ്കിൽ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനകത്തേക്ക് ഈ ഒരു ഐക്കൺ എന്ന് പറയുന്ന ഒരു വിഡ്ജറ്റിനെ നമുക്ക് മാറ്റാൻ സാധിക്കും. എന്നിട്ട് എപ്പോഴൊക്കെ നമുക്ക് ആ വിഡ്ജറ്റിന് ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം ഫംഗ്ഷനെ വിളിച്ചാൽ മതി. വേരിയബിൾ പോലെ തന്നെ ഫംഗ്ഷനെ വിളിച്ചാൽ മതി. ഓക്കെ, അടുത്ത കേസാണ് ഒരു ക്ലാസ്, അതായത് ഈ ഐക്കൺ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി തന്നെ അതിനായിട്ടൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ക്ലാസ്, ഒരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഈ 3 തരത്തിലുള്ള അപ്രോച്ചുകളാണ് വിഡ്ജറ്റിൻ്റെ റീഫാക്ടറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ എങ്ങനെ ഒരു വിഡ്ജറ്റിനെ വേരിയബിൾ യൂസ് ചെയ്ത് റീഫാക്ടർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളതായി ഒരു ബിൽഡ് ഫംഗ്ഷനകത്ത്, അതായത് നമ്മൾ ഈ സ്കാഫോൾഡിനെ റിട്ടേൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിവിടെ ഒരു വേരിയബിളിനെ ഡിഫൈൻ ചെയ്യാം. ആ വേരിയബിളിൻ്റെ ടൈപ്പ് എന്തായിരിക്കണം, വിഡ്ജറ്റ് ടൈപ്പ് ആയിരിക്കണം. കാരണം എന്താണ്, ആ വേരിയബിളിനകത്തോട്ട് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്ന ഒരു വിഡ്ജറ്റിനെയാണ് അല്ലേ. ഇനി നമുക്ക് ആദ്യത്തെ വിഡ്ജറ്റിന് ഒരു പേര് കൊടുക്കാം. ക്രിക്കറ്റിൻ്റെ ഐക്കണല്ലേ നമ്മൾ ആദ്യം പ്രിൻ്റ് ചെയ്തത്. അപ്പോൾ നമുക്കിതിനെ തൽക്കാലം ക്രിക്കറ്റ് എന്ന് പേര് കൊടുക്കാം. എന്നിട്ട് =. ഇനി എന്ത് ചെയ്യണം, നമ്മളൊരു സ്ട്രിങ് ആയിരുന്നെങ്കിൽ ഡബിൾ കോട്ട്സ് ഉപയോഗിക്കും, ഇൻറ്റിജർ ആയിരുന്നെങ്കിൽ നമ്പേഴ്സ് ഉപയോഗിക്കും അല്ലേ. ഇനി ഇവിടെ വിഡ്ജറ്റിനെയാണ് നമ്മൾ ഈ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എന്താണോ നമ്മുടെ വിഡ്ജറ്റ്, ആ വിഡ്ജറ്റിനെ ഇവിടെ ഈ വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഐക്കൺ എന്തായിരുന്നു, ക്രിക്കറ്റ് ആയിരുന്നു. കണ്ടില്ലേ. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്, ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ
ഡിഫൈൻ ചെയ്തു അല്ലേ. ആ വേരിയബിളിനെ നമ്മളൊരു ഐക്കൺ വിഡ്ജറ്റിൻ്റെ കൺസ്ട്രക്ടർ വെച്ച് ഇനിഷ്യലൈസ് ചെയ്തു. ആ വേരിയബിളിൻ്റെ ടൈപ്പ് എന്താണ്? വിഡ്ജറ്റ്. കാരണം അതിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്ന ഒരു വിഡ്ജറ്റാണ്. ഓക്കെ, ഇവിടെ എന്താണോ നമ്മൾ യൂസ് ചെയ്തത് അത് അതേപടി എടുത്ത് നമ്മൾ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഇനി എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ഈ ഒരു പോർഷൻ അങ്ങ് മാറ്റിയിട്ട് ഇവിടെ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിനെ നമുക്കിവിടെ വിളിക്കാം. എന്നിട്ടൊന്ന് സേവ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും മാറ്റം വന്നോ? ഇല്ല. കാരണം എന്താണ്? ഇതെല്ലാം സെയിം എഫക്റ്റ് തന്നെയാണ്. അതായത് ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ക്രിക്കറ്റ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഈ ഐക്കൺ സ്റ്റോർ ആയില്ലേ. അപ്പോൾ ഇനി ആ ഐക്കണെ നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല, ആ വേരിയബിളിനെ വിളിച്ചാൽ മതി പകരം. ഇനി ആ ഐക്കണിനെ വിളിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് വേരിയബിൾ യൂസ് ചെയ്ത് ഒരു വിഡ്ജറ്റിനെ റീഫാക്ടർ ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഐക്കൺസിനെ മാറ്റാം. സോക്കറിലേക്ക് നമ്മൾ നമ്മുടെ സോക്കറിൻ്റെ ഐക്കൺ പാസ് ചെയ്യുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ വേറെ എന്തുണ്ട്? ബേസ്ബോൾ ഉണ്ട് അല്ലേ. ഞാൻ ബേസ്ബോൾ ആയിരുന്നു ബാസ്കറ്റ് ആയിരുന്നു സെലക്ട് ചെയ്തത്. എന്തായാലും നമുക്കിവിടെ ബേസ്ബോളാണ് നമുക്കിപ്പോൾ ഉള്ളത്, അതങ്ങ് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സോക്കറിൻ്റെ ഐക്കണും ബേസ്ബോളിൻ്റെ ഐക്കണും അതുപോലെ ക്രിക്കറ്റിൻ്റെ ഐക്കണും എല്ലാത്തിനെയും നമ്മൾ വേരിയബിൾസ് ആയിട്ട് സ്റ്റോർ ചെയ്തു. ഇനി എവിടെയൊക്കെ നമുക്ക് ആ ഐക്കൺസ് ആവശ്യമുണ്ടോ അവിടെയൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ആ വേരിയബിൾസിനെ വിളിച്ചാൽ മതി. ഐക്കൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ഒരു വലിയ ക്ലാസ് ഒന്നും ഡിഫൈൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ? നമ്മൾ ആ റോയ്ക്കകത്ത് ചിൽഡ്രനകത്തേക്ക് ഇപ്പോൾ എന്താ പാസ് ചെയ്ത് കൊടുത്തത്? നമ്മൾ ക്രിയേറ്റ് ചെയ്ത 3 വിഡ്ജറ്റ് വേരിയബിൾസ്. പക്ഷേ സെയിം എഫക്റ്റ് തന്നെയാണ് ഇവിടെ അല്ലേ. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെയും ചെയ്യാം. സെയിം എഫക്റ്റ് തന്നെയാണ് കിട്ടുന്നത് അല്ലേ. ഇപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? ഇപ്പോൾ 2 റോയും ഒരുപോലെ ഇരിക്കുന്നു അല്ലേ. അതായത് ഈ റോയും ചെയ്യുന്നതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം നമുക്ക് ഇവരെയും റീഫാക്ടർ ചെയ്യാൻ പറ്റത്തില്ലേ? കാരണം എന്താ? നമുക്ക് ഈ ഒരു റോയിനെ ഒരു വിഡ്ജറ്റ് വേരിയബിളിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴൊക്കെ ആ റോ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ റീയൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം നമുക്ക് അതിനായിട്ടൊരു ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിന് ഞാൻ തൽക്കാലം സ്പോർട്സ് റോ എന്ന് പേര് കൊടുക്കുകയാണ്. ഈ ഒരു വിഡ്ജറ്റ് വേരിയബിളിന് ഞാൻ സ്പോർട്സ് റോ എന്ന് പേര് കൊടുക്കുകയാണ്. ഓക്കെ, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? റോ എന്ന് പറയുന്ന വിഡ്ജറ്റിൻ്റെ കൺസ്ട്രക്ടറിനെ പാസ് ചെയ്തു. ഓക്കെ, ഇനി അതിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ചെയ്തൊരു കാര്യമുണ്ട്, മെയിൻ ആക്സസ് അലൈൻമെൻറ്റ് സെറ്റ് ചെയ്തായിരുന്നു അല്ലേ. സ്പേസ് ഈവൻലി. അതുപോലെ ചിൽഡ്രനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു? ക്രിക്കറ്റ് എന്ന് പറയുന്ന വേരിയബിളിനെ പാസ് ചെയ്തു. സോക്കർ അതുപോലെ ബേസ്ബോൾ ഇത്രയും കാര്യങ്ങൾ പാസ് ചെയ്തു അല്ലേ. സേവ് ചെയ്യാം. ഇപ്പം എന്തുകൊണ്ട് നമുക്കിവിടെ ഈ ഫുൾ റോയിനെ നമ്മൾ സ്പോർട്സ് റോ എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തേക്ക് മാറ്റി. പിന്നെ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ റോയിനെ എല്ലാം നമുക്ക് ഒഴിവാക്കാം. ആ റോയെല്ലാം നമ്മൾ ഒഴിവാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മളിപ്പോൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത സ്പോർട്സ് റോ എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ നമ്മളങ്ങ് ഇവിടെ ചിൽഡ്രനകത്തേക്ക് പാസ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്നല്ല, നമുക്ക് എത്ര വേണമെങ്കിലും പാസ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ? അപ്പോൾ പുതുതായിട്ട് നമുക്ക് എവിടെയെങ്കിലും ഈ ഒരു സ്പോർട്സ് റോയിനകത്തുള്ള വിഡ്ജറ്റുകളെ എവിടെയെങ്കിലും റീയൂസ് ചെയ്യേണ്ടതായിട്ട് വന്നാൽ എന്ത് ചെയ്യാം? നമുക്ക് ആ സ്പോർട്സ് റോ എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ അങ്ങ് വിളിച്ചാൽ മതി അല്ലേ. അതുപോലെ എവിടെയെങ്കിലും ക്രിക്കറ്റിൻ്റെ ഐക്കൺ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടി വന്നാൽ ക്രിക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിനെ അങ്ങ് വിളിച്ചാൽ മതി. അപ്പോൾ ഇതാണ് വേരിയബിൾ ഉപയോഗിച്ച് ഒരു വിഡ്ജറ്റിനെ റീഫാക്ടർ ചെയ്യുന്ന രീതി. അപ്പോൾ ഇത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റനാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബട്ടൺ. ഇപ്പോൾ ഈ ഐക്കണിൻ്റെ പ്രത്യേകത എന്താ? ഐക്കൺ ചുമ്മാ അങ്ങ് ഡിസ്പ്ലേ ചെയ്യപ്പെടുകയാണ് അല്ലേ. ഇവിടെ ഫങ്ഷണാലിറ്റീസ് ഒന്നും നടക്കുന്നില്ല. പക്ഷെ ഒരു ബട്ടൺ എടുത്തു കഴിഞ്ഞാലോ, ബട്ടണിനകത്തൊരു ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഓൺ പ്രസ്ഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഒരു നെയിംഡ് പാരാമീറ്ററിലേക്ക് ഒരു അനോണിമസ് ഫംഗ്ഷൻ പാസ് ചെയ്ത് അതിനുള്ളിൽ ഒരു ഫങ്ഷണാലിറ്റിയൊക്കെ നടത്തും അല്ലേ. അപ്പം അങ്ങനെയുള്ള കേസിലൊന്നും ഈ ഒരു വേരിയബിൾ ടൈപ്പ് റീഫാക്ടറിങ് വർക്ക് ചെയ്യത്തില്ല. കാരണം ഈ ഒരു വേരിയബിളിലേക്ക്, ക്രിക്കറ്റ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കാണ്. ഇതാണ് ക്രിക്കറ്റ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ അതിനെ നമുക്ക് മാറ്റി കൊടുക്കാം. പക്ഷേ ഓരോ തവണ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴും നടക്കുന്ന ആ ഒരു ഫങ്ഷനാലിറ്റി, ഒരു ഫങ്ഷൻ, അത് നമുക്ക് ഈ ഒരു
ഈ ഒരു വേരിയബിളിനുള്ളിലേക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്റ്റാറ്റിക് ആയിട്ടുള്ള വിഡ്ജറ്റുകൾ, പ്രത്യേകിച്ച് അതായത് ഫങ്ഷണാലിറ്റീസ് ഒന്നും നടക്കാത്ത തരത്തിലുള്ള വിഡ്ജറ്റുകളെ റീഫാക്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വേരിയബിൾ റീഫാക്ടറിങ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലുണ്ടാവണം.